2023-24 അക്കാഡമിക് ഇയറിൽ കീമിന്റെ അലോട്ട്മെന്റ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അടച്ച ഫീസിന്റെ റീഫണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ റീഫണ്ട് എങ്ങനെയാണ് കിട്ടേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് കീം 2023 കീമിന്റെ ഡീറ്റെയിൽ ആണ്. അല്ല റീഫണ്ട് പ്രോസസ്, ആ റീഫണ്ട് പ്രോസസ്സ് ഏതിലാണ് എന്ന് ചോദിച്ചാൽ 2023-24 അക്കാഡമിക് ഇയറിന്റേതാണ്. അതായത് 23 നീറ്റ് എഴുതി ജോയിൻ ചെയ്ത കുട്ടികൾക്കാണ്. അപ്പോ അക്കാഡമിക് ഇയർ ഏതാണെന്ന് മെൻഷൻ ചെയ്തു. ഇനി ഏതിന്റെയൊക്കെ റീഫണ്ട് ആണെന്ന് ചോദിച്ചാൽ ആ നോട്ടിഫിക്കേഷനിൽ എഞ്ചിനീയറിംഗിന്റെയും ആർക്കിടെക്ചറിന്റേതുമാണ്. ബിഫാമിന്റേത് പറഞ്ഞിട്ടില്ല, മെഡിക്കൽ അലൈഡ് അല്ലെങ്കിൽ മെഡിക്കലിന്റേതും പറഞ്ഞിട്ടില്ല. എഞ്ചിനീയറിംഗിന്റെയും ആർക്കിടെക്ചറിന്റെയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിൽ റീഫണ്ട് വരാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് അവൈലബിൾ ആണ്. കീമിന്റെ സൈറ്റില് റീഫണ്ട് ഉള്ള കുട്ടികളുടെ ഡീറ്റെയിൽ അവൈലബിൾ ആണ്. അത് ഈ 2 കാറ്റഗറിയുടേതാണ് അവൈലബിൾ. അപ്പൊ ഞാനത് ആ ലിസ്റ്റ്, ആ PDF ഒരുപാട് ലോങ് ആണ്, അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ആ PDF പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ലിസ്റ്റ് അവൈലബിൾ ആണ് PDF ഫോമില്. അപ്പൊ അത് നോക്കുക, നിങ്ങൾക്ക് അവിടെ റീഫണ്ടിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്യുക. അതിന്റെ പ്രൊസീജിയർ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, c.kerala.gov.in എന്നുള്ള സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് എൻ്റർ ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവും, സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ അതിൽ ആവശ്യപ്പെട്ട സാധനങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അത്രയും ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സബ്മിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രിന്റ് ഓപ്ഷൻ കാണിക്കും, പ്രിന്റ് ബാങ്ക് ഡീറ്റെയിൽസ്. ആ പ്രിന്റ് ബാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തു എന്നുള്ളതിന് നിങ്ങൾക്ക് ആകെയുള്ള തെളിവ് അത് മാത്രമാണ്. അത് നിങ്ങൾ അതിന്റെ ഒരു കോപ്പി സൂക്ഷിച്ചു വെക്കുക. ഇതാണ് പ്രൊസീജിയർ. ഇനി അതിന്റെ സമയം നോക്കുക. ഫെബ്രുവരി 1, അതായത് ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം. അതും ശ്രദ്ധിക്കണം. ഇനി ഈ അക്കൗണ്ട് ഡീറ്റെയിൽ ആരുടേതാവണം? ഒന്നുകിൽ കുട്ടിയുടെ പേരുള്ളതാവണം, അല്ലെങ്കിൽ പേരന്റിന്റെ പേരുള്ളതാവണം. ഇതിൽ ഏതെങ്കിലും ഒരു ആളുടെ ഡീറ്റെയിലേ കൊടുക്കാവൂ. ഇനി ഏത് അക്കൗണ്ടേ കൊടുക്കാവൂ? സേവിംഗ് അക്കൗണ്ട് മാത്രമേ കൊടുക്കാവൂ. അതില് നിങ്ങൾ NRI അക്കൗണ്ട് കൊടുക്കരുത്, സീറോ ബാലൻസ് അക്കൗണ്ടുകൾ കൊടുക്കരുത്, അങ്ങനെയുള്ള സ്പെഷ്യൽ അക്കൗണ്ടുകൾ കൊടുക്കരുത്. സേവിംഗ് അക്കൗണ്ട് മാത്രം കൊടുക്കുക. ഓക്കെ അല്ലെ? ബാക്കിയുള്ളതൊന്നും വാലിഡ് അല്ല. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കുക. റീഫണ്ടിന് അർഹതയുള്ള കുട്ടികൾ ഈ പ്രൊസീജിയർ ചെയ്താലേ നിങ്ങൾക്ക് റീഫണ്ട് വരൂ. ഈ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് തരില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻഡിൽ എന്റെ നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യാം. പിന്നെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ആ ലിസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.